നമ്മുടെ ഗ്രേപ്സിൻ്റെ മെറ്റീരിയൽ മാനേജ്മെൻറ്റിൻ്റെ ഡാഷ്ബോർഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ റൈറ്റ് സൈഡിൽ അലേർട്സ് എന്ന് പറഞ്ഞ ഒരു സംവിധാനത്തിൽ ധാരാളമായിട്ട് അലേർട്സ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ. നേരത്തെ പറഞ്ഞ ഒന്നുകിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കാം, അതർവൈസ് ഔട്ട് ഓഫ് കറണ്ട് ഫോർമുലറി പ്രിസ്ക്രിപ്ഷൻസ് ആയിരിക്കാം. നമ്മുടെ ചില ഡോക്ടർമാർക്ക് നിർബന്ധ ബുദ്ധിയാണ്, നമ്മുടെ ആശുപത്രിയുടെ ഫോർമുലറിയെ ഫോളോ ചെയ്യത്തില്ലെന്ന്. ഇത് പറയുമ്പോൾ ഡോക്ടർമാർ എന്നോട് ക്ഷമിക്കണേ, നിങ്ങൾക്ക് ദേഷ്യമൊന്നും വരരുത്, നിങ്ങളെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപൂർവമായിട്ടെങ്കിലും ഇൻഡസ്ട്രിയിലെ സ്റ്റാൻഡേർഡ്സിന് ഓപ്പോസിറ്റ് നടക്കുന്ന പ്രൊഫഷണൽസ് എല്ലാ പ്രൊഫഷണൽ മേഖലകളിലും ഉണ്ട്. അതുപോലെ നമ്മുടെ ഹോസ്പിറ്റലിലും സ്വകാര്യ ലാഭം മോണിറ്ററി ബെനിഫിറ്റ് ഫോക്കസ്ഡ് ആണോ ഒരു ഡോക്ടർ എന്ന് അറിയാനുള്ള ഏറ്റവും എളുപ്പ മാർഗം അദ്ദേഹം ഹോസ്പിറ്റലിൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമുലറിയെ ഒരു കാരണവശാലും മാനിക്കുന്നുണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ പ്രിസ്ക്രിപ്ഷൻസിൽ. സോ ഒറ്റ ഒരു മോണിറ്ററിങ് മതി നമ്മുടെ ഡോക്ടറുടെ ക്യാരക്ടർ എങ്ങോട്ട് പോകുന്നെന്ന് തിരിച്ചറിയാൻ. അദ്ദേഹത്തിന് കൃത്യമായും ഒരു എൻഫോഴ്സ്മെൻ്റ് ആവശ്യമാണ്. നമ്മുടെ ഫോർമുലറിയെ ഫോളോ ചെയ്യുന്നതിനുള്ള എൻഫോഴ്സ്മെൻറ്റ് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ആ പർട്ടിക്കുലർ ഡോക്ടറിന് ആവശ്യമാണെന്ന് മനസ്സിലാക്കാനായിട്ട്. സോ നമ്മളുടെ ഫാർമസിയിൽ വന്ന് ലോക്കൽ പർച്ചേസിലേക്ക് പോയിട്ടുള്ള നമ്മളുടെ സെയിൽസിൽ ഓട്ടോമേറ്റഡ് ബില്ലിംഗ് ആണ് നമ്മുടെ സോഫ്റ്റ്വെയർ തരുന്നത്. ആ ഓട്ടോമേറ്റഡ് ബില്ലിങ്ങിൽ നിന്ന് സോഫ്റ്റ്വെയർ തന്നെ റിജക്റ്റ് ചെയ്യുന്ന മെഡിസിൻസ് ഉണ്ട്, എന്നിട്ട് ലോക്കൽ പർച്ചേസ് സ്ലിപ്പ് അവിടുന്ന് പ്രിൻ്റായി കിട്ടുന്നുണ്ടാവും. അതിൻ്റെ ഒരു ഹിസ്റ്ററി നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ ഒരു ബാക്കിലേക്ക് സോഫ്റ്റ്വെയർ തന്നെ അയക്കുന്നുണ്ട്. നമ്മുടെ ഈ മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റിക്ക് അത് അവൈലബിൾ ആണ്. അത്തരത്തിൽ നമ്മുടെ ക്ലിനിഷ്യൻസിൻ്റെ ആ ഒരു ചേഞ്ച് പ്രിസ്ക്രിപ്ഷൻസിൽ എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് സംഭവിക്കുന്നുണ്ടെന്നുള്ളത് മോണിറ്റർ ചെയ്യണം. നമ്മുടെ നോൺ ഫോർമുലറി ഡ്രഗ്സ് എത്ര പ്രിസ്ക്രിപ്ഷൻസിൽ ഉണ്ട് എന്നുള്ളത്. സോ ഇതൊരു അച്ചീവ്മെൻ്റ് ആണ്, പക്ഷേ വളരെ യൂസ്ഫുള്ളാണ് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ മുമ്പോട്ടുള്ള പോക്കിന്. MOM2D 4ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ്, ദ ക്ലിനിഷ്യൻസ് അഡ്ഹിയർ ടു ദ കറണ്ട് ഫോർമുലറി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളുടെ ശ്രദ്ധയിൽ വരേണ്ട കാര്യമാണ്. ശ്രദ്ധിച്ചാൽ കൊള്ളാം. അവിടെ ഡോക്ടറുടെ സേഫ്റ്റി അല്ല, പേഷ്യൻ്റ് സേഫ്റ്റിയാണ് നമ്മൾ നോക്കേണ്ടത് ഈ ഒരു കാര്യത്തിൽ.